അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ? ഇത് ഈ നാട്ടുകാരുടെ മനസ്സിന്റെ ഒരു സന്തോഷ പ്രകടന. അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദൻ കുറിപ്പ് പറഞ്ഞില്ലേ? CPM-ആയിട്ടുള്ള എല്ലാവിധ ബന്ധവും 5 മിനിറ്റ് മുമ്പ് അവസാനിപ്പിച്ചു. ഫാന്റാസ്റ്റിക്. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുണ്ട്. സർക്കാർ ഒരു കാരണവശാലും CPM-ൽ നിൽക്കാൻ കഴിയില്ല. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. അവർ നിർത്തില്ല. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണം. കളിക്കാൻ വന്നാൽ അത് നിന്റെയൊക്കെ അവസ്ഥാനത്ത് കളിക്കുന്നത് നീയല്ലടാ. പറയുന്ന കാരണങ്ങളൊന്നും പരിഹരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കുട്ടനാട്ടിൽ 300ഓളം ആളുകൾ CPM വിട്ടത്. ഇതുപോലൊരു കശ്മലിനായ പ്രോപ്പറേറ്ററോട് ഓപ്പറേറ്ററായി ജോലി ചെയ്യേണ്ടി വന്ന് ഞാൻ ലജ്ജിക്കുന്നു. ഒന്നിറങ്ങി പോടോടുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇതിനു മുമ്പേ രാജിവെച്ച് CPI-യുടെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങണം എന്ന് CPI-യുടെ ജില്ലാ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞാണ്. നിനക്ക് ഈ ഒരേ വിചാരേ ഉള്ളൂ. എപ്പോ നോക്കിയാൽ ഈ ഒറ്റ ചോദ്യമുള്ളൂ. എന്നാ പിന്നെ ഉച്ചക്ക് ചീട്ട് കളിക്കാൻ എത്ര ആളുണ്ടാവും ചോദിക്കാം. അടിസ്ഥാനപരമായി നിരവധി കാരണങ്ങളുണ്ട്. അതൊന്നും ഇനിയിപ്പം വിശദീകരിക്കുന്നതിൽ അർത്ഥമില്ല. അത്രയ്ക്കായോ? നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കത്തില്ല. CPM ഉപേക്ഷിച്ച ആളെന്നുള്ള നിലയിൽ ആ നിലയിലുള്ള വിശദീകരണത്തിനും കാര്യമില്ല. ഒരു ശത്രുവിനെ ആള് വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഒന്ന് നുള്ളിക്ക്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാൻ. എന്ത് ഈസി ആയിട്ട് രക്തസാക്ഷികൾ വരുന്നു. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത? എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പൊടി പോലും കാണില്ല. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും കാണില്ല. ജനറൽ ജയിലിൽ കിടക്കണം. ഇനി എത്ര എണ്ണം രക്തസാക്ഷികളായി വരാൻ പോണത് എനിക്കറിയില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ജനകീയ സമരങ്ങളിൽ വെടിയേറ്റ് മരിച്ചവരല്ല, വേറൊരു പുതിയ വിഭാഗം രക്തസാക്ഷികളായിട്ട് വരികയാണ്. പക്ഷെ പഠിപ്പും വിവേകമുള്ള മാഷൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളിപ്പോ എന്നെ കാണുന്നുണ്ടോ? ഇത് സത്യാണ്, അത് സത്യം. നേർക്ക് എന്നാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? ഞങ്ങളാരെങ്കിലും വെടികൊണ്ട് മരിച്ചാൽ നിങ്ങൾ പറയും രക്തസാക്ഷിയെന്ന്. മറ്റേ രക്തസാക്ഷികളുടെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ പേര് പറയും. കൂടുതൽ എന്നെ നാറ്റിക്കാൻ ചേട്ടാ അപമാനിച്ചേ ഞങ്ങി ഞാൻ പോയിക്കോട്ടെ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.